നമസ്കാരം. ഇറാനുമായി തിടുക്കപ്പെട്ട് സമാധാന കരാർ ഇപ്പോ വേണ്ട. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ട്രംപിന്റെ ഈ നിലപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവരുമായി യാതൊരു അന്തിമ കരാറും രൂപീകരിക്കാവൂ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ധാരണയിലായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നെതന്യാഹുവാണ് കർശന നിലപാട് സ്വീകരിച്ചത്. ഒരു കണക്ക് നോക്കിയാൽ ഈ യുദ്ധം ഒരു കാലത്തിലും ഒത്തുതീർക്കാൻ സമ്മതിക്കാത്തത് ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. ശനിയാഴ്ച രാത്രി ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് നിർണായകമായ തീരുമാനം ഉണ്ടായത്. ചർച്ചയേറെ വിജയകരമായിരുന്നു എന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കി. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായും നിർത്തലാക്കുക, നിലവിൽ സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ ഇറാന്റെ പ്രദേശത്തു നിന്നും നീക്കം ചെയ്യുക എന്നിവയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈക്കലാക്കില്ല എന്ന തങ്ങളുടെ നയത്തിൽ മാറ്റമില്ല എന്ന് ഇരുവരും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും നിന്നുള്ള ഭീഷണികൾക്കെതിരെയും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തിന് ട്രംപ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു. അതിനിടെ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നതിനായി സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും ഇറാൻ US കൈമാറാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഉന്നത US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തെത്തിയത്. എന്തായാലും സമാധാന കരാർ അന്തിമ ഘട്ടത്തിലാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. യുദ്ധം അവസാനിക്കുകയാണ് എന്നും ഹോർമൂസ് തുറക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഇറാൻ എത്തരത്തിലാകും സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുകയെന്നോ അത് നശിപ്പിക്കുകയെന്നോ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ അവകാശപ്പെടുകയാണ്. സമാധാന കരാർ നിലവിൽ വന്ന ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. ചർച്ചകളിൽ ഗണ്യമായ പുരോഗതിയുണ്ട് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ഒന്ന് വിഷയങ്ങളിൽ ഇനിയും തടസ്സങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നും രാജ്യത്തിന്റെ മരവിക്കപ്പെട്ട ആസ്തികൾ വിട്ടു നൽകാതെ കരാറിനില്ല എന്നാണ് ഇറാന്റെ നിലപാട്. അണവായുധം വികസിപ്പിക്കില്ലെന്നും നിലവിൽ രാജ്യത്തുള്ള 440.9 കിലോ സമ്പുഷ്ട യുറേനിയം വിട്ടു നൽകുന്നത് സംബന്ധിച്ച് തുടർ ചർച്ചകൾ തീരുമാനമെടുക്കുമെന്നാണ് കരാറിന്റെ ഭാഗമായി ഇറാൻ സമ്മതിച്ചിരിക്കുന്നത്. 60 ദിവസത്തിനിടെ തുടർച്ചയായ ചർച്ചകളിലാവും ഇവ എങ്ങനെ വിട്ടു നൽകണമെന്ന് തീരുമാനിക്കുക. ഇറാൻ തുറമുഖങ്ങൾക്കു മേൽ US ഉപരോധം അവസാനിപ്പിക്കുന്ന മുറയ്ക്ക് ഹോർമൂസ് ഇറാൻ തുറക്കും. ഇറാനുമേൽ നിലനിൽക്കുന്ന എണ്ണ ഉപരോധവും US എടുത്തു കളയുകയും ചെയ്യും. 2 മാസത്തിനിടെ ചർച്ചകൾ ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകുന്നതിലും തീരുമാനമുണ്ടാകും. ലെബനൻ ഇസ്രായേൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതും കരാറിന്റെ ഭാഗമാണ്. മേഖലയിൽ മറ്റു രാജ്യങ്ങളിൽ ഇടപെടുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്നാണ് ഇറാന്റെ മറ്റൊരു നിർദ്ദേശം. ഒരാഴ്ചയായി വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിലാകുമെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ചില വിഷയങ്ങളിൽ അത് വീണ്ടും അഭിപ്രായങ്ങൾ നീളുകയാണ്. എന്തായാലും ഇത്തവണ ഇവയിൽ കൂടി ധാരണയുണ്ടാകും എന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ഇറാൻ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം US നൽകണമെന്ന വ്യവസ്ഥ ഇതുവരെയും ഇറാൻ നഖശികാന്തം എതിർത്തിരുന്നു. എന്നാൽ ഇറാൻ അനുകൂലിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇത് എത്രത്തോളം സത്യസന്ധമാണെന്നോ അല്ല റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടോ അധികൃതർ ഇതുവരെയും ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇറാന്റെ ആഭ്യന്തര കാര്യമാണ് ഇതെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം US നൽകേണ്ട ആവശ്യകത എന്തെന്നുമായിരുന്നു ഇറാന്റെ ചോദ്യം. തീർത്തും സിവിലിയൻ ആവശ്യങ്ങൾക്കായാണ് ഇറാൻ ഇത് ഉപയോഗിക്കുന്നതെന്നും ആണവായുധം ഇറാന്റെ അജണ്ടയിലേ ഇല്ല എന്നാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഈ നിലപാട് ട്രംപ് അംഗീകരിക്കുമോ അതോ തുടർച്ചയായി കരാറിൽ എത്തിച്ചേരുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.